ഹായ് ഓൾ ഇൻവെസ്റ്റ് കേരളയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ആൻഡ്രൂ കാർണേജെ എന്ന ലോകത്തിലെ തന്നെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്മാനെ കുറിച്ചാണ്. ഇദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റഡി ഓരോ ഇൻവെസ്റ്റേഴ്സിനും വളരെ വലിയ പോസിറ്റീവ് എനർജിയും അവരുടെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാനുള്ള ഒരു മനക്കരുത്തും നൽകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ കാലഘട്ടത്തിൽ അമേരിക്കൻ GDPയുടെ 2% ആസ്തിയുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു ആൻഡ്രൂ കാർണേജെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ഇദ്ദേഹം ജനിച്ചത് സ്കോട്ട്ലൻഡിൽ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലായിരുന്നു. അമ്മ വർക്ക് ചെയ്തിരുന്നത് ഒരു ഷൂ ഫാക്ടറിയിലും ഫാദർ വർക്ക് ചെയ്തിരുന്നത് ഒരു നെയ്ത്തുശാലയിലുമായിരുന്നു. 1945-48 കാലഘട്ടത്തിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വരികയും നെയ്ത്തടക്കമുള്ള തൊഴിൽ മേഖല മെഷീനറി വഴി ഓപ്പറേറ്റ് ചെയ്യുകയും പലർക്കും ജോലി നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. അതിൽ ഒരു വ്യക്തിയായിരുന്നു കാർണേജയുടെ ഫാദർ. അദ്ദേഹത്തിന്റെ ജോലി നഷ്ടപ്പെട്ടു. ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ സ്കോട്ട്ലൻഡിലുള്ള വീടും സ്ഥലവും വിറ്റുകൊണ്ട് ഏകദേശം 25 പൗണ്ടായിരുന്നു അന്ന് ലഭിച്ചത്. ഇതിനുശേഷം അവർ US മൂവ് ചെയ്തു. കാരണം ആ സമയത്ത് US വളരെ വലിയ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു എന്നാണ് എല്ലാവരുടെയും വിശ്വാസം. പക്ഷേ അവിടെ വന്നപ്പോഴും കാർണേജിന്റെ അച്ഛൻ ജോലിക്ക് വേണ്ടി കഷ്ടപ്പെട്ടു. ജോലികളൊന്നും ലഭിച്ചിരുന്നില്ല. അത് കാരണം കാർണേജിക്ക് വിദ്യാഭ്യാസം തുടരാനാവാതെ കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്യേണ്ടതായി വന്നു. ആദ്യമായി കാർണേജ് ചെയ്ത ജോബ് എന്ന് പറയുന്നത് ടെലിഗ്രാം ഡ്രോപ്പ് ചെയ്യുകയായിരുന്നു. അതായത് ടെലിഗ്രാമിൽ നിന്ന് വരുന്ന മെസ്സേജസ് ഓരോ വ്യക്തികളിലേക്കും എത്തിക്കുക എന്നതായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ തൊഴിൽ. ഇനി കാർണേജിന്റെ ഒരു പ്രത്യേകത എന്നത് അദ്ദേഹത്തിന്റെ ഓർമ്മശക്തിയാണ്. അപാരമായ ഓർമ്മശക്തിയുള്ള ഒരു ബാലൻ തന്നെയായിരുന്നു കാർണേജ്. കാർണേജ് ആ സമയങ്ങളിൽ മെയിൽ കൊണ്ടുകൊടുക്കുന്ന വ്യക്തികളുടെ പേരും അതുപോലെ ഫേസും ഓർമ്മിച്ചു വെക്കുകയും പിന്നീട് പുറത്തുനിന്ന് എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ അവരുടെ പേര് വിളിച്ച് വിഷ് ചെയ്യുന്ന രീതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇത് മറ്റുള്ള ടെലിഗ്രാം മെസ്സേജിംഗ് ബോയ്സിൽ നിന്നും അദ്ദേഹത്തെ വളരെയധികം വ്യത്യസ്തനാക്കുകയും ടെലിഗ്രാം കൊണ്ടുവരുന്ന മറ്റുള്ള ബോയ്സിനോട് കാർണേജിനെ കുറിച്ച് ആൾക്കാർ അന്വേഷിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ മറ്റൊരു എബിലിറ്റി എന്ന് പറയുന്നത് ടെലിഗ്രാം ഒരിക്കൽ കേട്ട് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു. അതായത് ടെലിഗ്രാമിൽ വരുന്ന കോഡുകൾ അദ്ദേഹത്തിന് മനഃപ്പാടമായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ടെലിഗ്രാം മെസ്സേജസ് ഡീകോഡ് ചെയ്യാൻ സാധിച്ചിരുന്നു. അതും അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റി വർദ്ധിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഈ കഴിവുകളെല്ലാം കണ്ടുകൊണ്ട് തന്നെ അന്നത്തെ പെൻസിൽവാനിയ റെയിൽവേയുടെ ഹെഡ് കാർണേജിനെ സ്വന്തം അസിസ്റ്റന്റായി നിയമിച്ചു. അദ്ദേഹത്തിന് വരുന്ന ടെലിഗ്രാമുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിരുന്നു ഈ നിയമനം. കാരണം പെൻസിൽവാനിയ റെയിൽവേ എന്ന് പറയുന്നത് അന്നത്തെ അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ കമ്പനികളിൽ ഒന്നായിരുന്നു. അന്ന് അദ്ദേഹത്തിന് തോമസ് സ്കോട്ട് ഓഫർ ചെയ്ത സാലറി എന്ന് പറയുന്നത് $35 ആയിരുന്നു. ഇന്നത്തെ നിരക്കുമായി കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം $1000 വരും. അപ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അദ്ദേഹത്തിന്റെ പൊട്ടൻഷ്യൽ എത്രത്തോളമാണെന്ന്. തോമസ് സ്കോട്ടിന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോഴും അദ്ദേഹത്തിന് കൂടുതൽ പണം എങ്ങനെ ഉണ്ടാക്കാമെന്നറിയില്ലായിരുന്നു. അങ്ങനെയാണ് തോമസ് കാർണേജിക്ക് ഒരു ഗുരുസ്ഥാനനായി മാറുന്നത്. കാർണേജിക്ക് തോമസ് ഷെയർ മാർക്കറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നൽകുകയും കാർണേജിയോട് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തന്റെ കയ്യിലുള്ള പണം എങ്ങനെ പെട്ടെന്ന് വർദ്ധിപ്പിക്കണമെന്ന് പഠിപ്പിക്കുകയും ചെയ്തു. ഇതോടെ പെട്ടെന്ന് തന്നെ കാർണേജി ഷെയർ മാർക്കറ്റിന്റെ ബാലപാഠങ്ങൾ പഠിക്കുകയും ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതിലൂടെ അദ്ദേഹത്തിന് സ്വന്തം സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു. കാർണേജിന്റെ ജീവിതത്തിൽ വന്ന അടുത്ത ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് 1850 സിവിൽ വാർ സമയത്തായിരുന്നു. അദ്ദേഹം ആ സമയത്ത് വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി തന്നെ കണ്ടെത്തിയിരുന്നു. കാരണം അന്ന് കൂടുതലായും ബ്രിഡ്ജുകൾ നിർമ്മിച്ചിരുന്നത് വുഡ് കൊണ്ടായിരുന്നു. അപ്പോൾ ആ സമയങ്ങളിൽ ശത്രു സൈന്യം ആ വുഡ് ബ്രിഡ്ജുകൾ ബേൺ ചെയ്യുകയും അതിലൂടെ സൈന്യത്തിന് മുന്നോട്ട് കടക്കാൻ കഴിയാത്ത ഒരവസ്ഥയും നേരിട്ടിരുന്നു. അപ്പോൾ ഇതിനുള്ള ഒരു സൊല്യൂഷനായിരുന്നു കാർണേജ് ഫോം ചെയ്തത്. അതിനായി അദ്ദേഹം ഒരു കമ്പനി തന്നെ രൂപീകരിച്ചിരുന്നു. കീസ്റ്റോൺ ബ്രിഡ്ജ് എന്നായിരുന്നു അതിന്റെ പേര്. ഇവർ പ്രധാനമായും അയൺ ബ്രിഡ്ജ് നിർമ്മാണത്തിൽ എക്സ്പേർട്ട് ആയിരുന്നു. അങ്ങനെ ആ കാലഘട്ടത്തിൽ കാർണേജിന്റെ കമ്പനി പല ബ്രിഡ്ജുകൾ നിർമ്മിക്കുകയും ഈ അവസരം മുതലെടുത്തുകൊണ്ട് വലിയ സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുക്കുകയും ചെയ്തിരുന്നു. കാർണേജി ഈ ഫീൽഡിലെ സ്റ്റാർട്ടർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ വലിയ സമ്പാദ്യങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചു. പല കോമ്പറ്റീറ്റേഴ്സും ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഈ സമയം അദ്ദേഹം പുതിയൊരു ഐഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് ആവശ്യമായ മെറ്റീരിയൽസ്, അയൺ റോഡുകൾ ആവശ്യമായ തരത്തിലേക്ക് മാറ്റുന്ന ഫാക്ടറികൾ കാർണേജി സ്വന്തം നിർമ്മിച്ചു. ഇതിലൂടെ അദ്ദേഹത്തിന് സ്വന്തം മാർജിനിൽ വലിയ ഇംപ്രൂവ്മെന്റ് സൃഷ്ടിക്കാൻ സാധിക്കുകയും കോമ്പറ്റീറ്റേഴ്സിനേക്കാൾ വലിയ പ്രോഫിറ്റ് നേടാൻ സാധിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കാർണേജിന്റെ വളർച്ച അതിവേഗമായിരുന്നു. ഏകദേശം 35 വയസ്സിൽ അദ്ദേഹം ഇത്രയും വലിയൊരു സാമ്രാജ്യം സൃഷ്ടിച്ചിരുന്നു. പക്ഷേ കാർണേജിന്റെ ബിസിനസ്സിനോടുള്ള അധിനിവേശം അവിടെയും അവസാനിച്ചില്ല. പിന്നീട് ഈ ഫീൽഡിൽ വന്ന വലിയ മാറ്റം എന്ന് പറയുന്നത് 1956 ഹെൻറി ബെസ്മർ കണ്ടുപിടിച്ച ബെസ്മർ കൺവെർട്ടർ ആയിരുന്നു. കാരണം അതുവരെ ഇമ്പോസിബിൾ ആയിരുന്നു എന്ന് കരുതിയ ഒന്നായിരുന്നു ബെസ്മർ അന്ന് കണ്ടുപിടിച്ചതിലൂടെ ജനങ്ങൾക്ക് മുന്നിൽ എത്തിച്ചത്. അതായത് വലിയ സ്റ്റീൽ റോഡുകൾ നിർമ്മിക്കേണ്ട ടെക്നോളജി ആയിരുന്നു ഇത്. ഇതിനുശേഷം കാർണേജി ഇതിൽ വലിയ ഓപ്പർച്യൂണിറ്റി കാണുകയും ആ ഫീൽഡിലേക്ക് മാറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇതിനുവേണ്ടിയുള്ള വലിയ ഫാക്ടറികൾ അദ്ദേഹം നിർമ്മിച്ചു. കാരണം അദ്ദേഹത്തിന്റെ മാർജിൻ വളരെയധികം ആക്കിയത് കൊണ്ട് തന്നെ കാർണേജി ഈ പുതിയ ടെക്നോളജി പെട്ടെന്ന് തന്നെ അഡോപ്റ്റ് ചെയ്തു. ഈ ടെക്നോളജി
ഉപയോഗിച്ച് തന്നെ വലിയ ക്വാണ്ടിറ്റിയിൽ വളരെ ചീപ്പായി സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ സ്ട്രക്ചറുകൾ നിർമ്മിക്കാൻ സാധിക്കുമെന്ന് കാർണേജിക്ക് മനസ്സിലായി. ഇതിനുവേണ്ടി അദ്ദേഹം നിർമ്മിച്ച ഫാക്ടറിയുടെ പേര് ജെ എഡ്ഗർ തോംസൺ സ്റ്റീൽ വർക്ക്സ് എന്നായിരുന്നു. ജെ എഡ്ഗർ തോംസൺ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഒരു കസ്റ്റമർ ആയിരുന്നു. ജോൺ എഡ്ഗർ തോംസന്റെ പേര് നൽകിക്കൊണ്ട് കമ്പനി തുടങ്ങുന്നതിലൂടെ അദ്ദേഹത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്ന് വിശ്വസിപ്പിക്കാൻ കാർണേജിക്ക് സാധിച്ചു. ഇതിന്റെ പാരിതോഷികമായി ഏകദേശം 2000-ഓളം സ്റ്റീൽ റെയിൽപാതകൾ നിർമ്മിക്കാനുള്ള ഓർഡർ കാർണേജിക്ക് എഡ്ഗർ തോംസൺ നൽകുകയുണ്ടായി. കാർണേജി വളരെ കർക്കശക്കാരനായ ഒരു ബിസിനസ്മാൻ ആയിരുന്നു. കാരണം കാർണേജി അദ്ദേഹത്തിന്റെ വർക്കേഴ്സിനെ മാക്സിമം പൊട്ടൻഷ്യലോളം വർക്ക് ചെയ്യിപ്പിക്കുകയും അതുപോലെ ലേബർ കോസ്റ്റ് വളരെയധികം കുറയ്ക്കുകയും ചെയ്തിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിന്റെ രീതി. ഇതിലൂടെ പ്രോഫിറ്റബിലിറ്റിയും വർദ്ധിച്ചു. 1892-1900 വരെയുള്ള കാലഘട്ടം കൊണ്ട് കാർണേജി യുഎസിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റീൽ മാനുഫാക്ചററും അതുപോലെ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി ഓഫ് സ്റ്റീൽ വർഷത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വ്യക്തിയുമായി മാറി. ഇതിനുശേഷം അദ്ദേഹത്തിന്റെ സാമ്രാജ്യം അത്രയും വലുതായി മാറിക്കഴിഞ്ഞിരുന്നു. പക്ഷേ 1991 അദ്ദേഹം ഒരു തീരുമാനം കൈക്കൊണ്ടു. അദ്ദേഹം ഈ ബിസിനസ്സിൽ നിന്ന് പിന്മാറുകയാണ്. തന്റെ ബിസിനസ് സാമ്രാജ്യം വിൽക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ കാർണേജിന്റെ ഈ ബിസിനസ് വാങ്ങാൻ അമേരിക്കയിൽ ഒരു വ്യക്തിക്ക് മാത്രമേ സാധിച്ചിരുന്നുള്ളൂ. ആ വ്യക്തിയിലേക്ക് ഇദ്ദേഹം ഒരു ലെറ്റർ കൊടുത്തയച്ചു. അദ്ദേഹത്തിന്റെ പേരാണ് JP മോറൻ. കാർണേജി തന്റെ ബിസിനസ് വിൽക്കാനിട്ട വില എന്ന് പറയുന്നത് $480 മില്യൺ ആയിരുന്നു. JP മോറൻ ഈ ബിസിനസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുകയും ഇതിൽ വലിയ ഓപ്പർച്യൂണിറ്റി കാണുകയും ചെയ്തു. ആ സമയം തന്നെ മോറൻ തീരുമാനിച്ചു കാർണേജിന്റെ മുഴുവൻ ബിസിനസ്സുകളും സ്വന്തമാക്കുമെന്ന്. അങ്ങനെ ഏകദേശം $480 മില്യൺ കാർണേജിയുടെ മുഴുവൻ ബിസിനസ്സും മോറൻ സ്വന്തമാക്കി. ഇതിനുവേണ്ടി JP മോറൻ തന്റെ പല സ്ഥാപനങ്ങളും ലോണിൽ വെക്കേണ്ടതായി വന്നു. ഈ ഒരു ട്രാൻസാക്ഷന് ശേഷം കാർണേജി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാളായി മാറിക്കഴിഞ്ഞിരുന്നു. അതായത് വെറും $1 നിന്ന് സ്വന്തം ബിസിനസ് ആരംഭിച്ച ഒരു വ്യക്തി വർഷങ്ങളുടെ കഠിനാധ്വാനവും സ്വന്തം തീരുമാനങ്ങളിലൂടെയും അത് $480 മില്യൺ ആക്കി മാറ്റിക്കൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായ ആൻഡ്രൂ കാർണേജിയുടെ ഇൻസ്പിറേഷണൽ ലൈഫ് സ്റ്റോറിയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇതിൽ നിന്നും ഇൻവെസ്റ്റേഴ്സ് മനസ്സിലാക്കേണ്ടത് എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സും അത് പ്രാവർത്തികമാക്കാനുള്ള കഴിവും ഉണ്ടെങ്കിൽ അത്രത്തോളം സക്സസ് നിങ്ങളെ തേടിവരും എന്നതാണ്. തീർച്ചയായും ഈ സ്റ്റോറി നിങ്ങൾക്കൊരു പ്രചോദനമായി തീരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമന്റ് വഴി അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.